ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള 25 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക്, നോട്ട് ചെയ്തോണേ, രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളം. സ്ത്രീകൾക്ക് വേണ്ടി വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, ലോക തേക്ക് കോൺഫറൻസ് 2025 വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. ലോക തേക്കാണ്, നമ്മുടെ തേക്ക് മരമില്ല, അതാണ്. അപ്പൊ ലോക തേക്ക് കോൺഫറൻസ് 2025 വേദി എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു. കൊച്ചി. നോട്ട് ചെയ്തോണേ. അടുത്ത ചോദ്യം, 26 സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് വൻ പ്രക്ഷോഭം അഥവാ ജൻസി പ്രക്ഷോഭം ഉണ്ടായ രാജ്യം ഏതാണ്? നേപ്പാളാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ 26 സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ട്വിറ്റർ അങ്ങനെ തുടങ്ങിയ പ്രമുഖ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് അവിടുത്തെ യുവജനങ്ങൾ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തെയാണ് ജൻസി പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ ജൻസി എന്ന് പറയുമ്പോൾ എന്താണ്? 1997 2012 ഇടയിൽ ജനിച്ചവരെയാണ് ജൻസി എന്ന് പറയുന്നത്, യുവാക്കൾ. അപ്പോൾ യുവാക്കൾ അവിടുത്തെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൽ ഏകദേശത്തോളം 22 പേരോളം മരിച്ചെന്നാണ് കണക്ക് വരുന്നത്. അതേ തുടർന്ന് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഓലിയും അതുപോലെ തന്നെ പ്രസിഡന്റ് രാമചന്ദ്ര പൗണ്ട് അതുപോലെ തന്നെ അവരുടെ ആഭ്യന്തരമന്ത്രിയും രാജിവെച്ചിരുന്നു. അതേ തുടർന്ന് തന്നെ നേപ്പാളിൽ പുതിയൊരു ഇടക്കാല പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. നേപ്പാളിൻ്റെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് വന്നത് ആരാണ്? സുശീല കാർക്കിയാണ്. നോട്ട് ചെയ്തോണേ. അപ്പോൾ KP ശർമ്മ ഓലി രാജിവെച്ചതിനെ തുടർന്ന് നേപ്പാളിൻ്റെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രി ആയതാരാണ്? സുശീല കാർക്കിയാണ്. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് സുശീല കാർക്കി കേട്ടോ. അപ്പോൾ നേപ്പാളിലെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ്? സുശീല കാർക്കി. നേപ്പാളിൽ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് സുശീല കാർക്കി. അതുപോലെ തന്നെ നേപ്പാളിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഈ സുശീല കാർക്കി കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, നേപ്പാളിന്റെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ്? സുശീല കാർക്കി. പഠിച്ചു വെച്ചോണേ. അടുത്ത ചോദ്യം, വന്ദേ ഭാരതിനെ മറികടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? നമോ ഭാരത് ട്രെയിൻ. അപ്പോൾ എന്താണ്? വന്ദേ ഭാരതിനെ മറികടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനിന്റെ പേരെന്താണ്? നമോ ഭാരത് ട്രെയിൻ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, വീട്ടിലും പൊതുസമൂഹങ്ങളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് സുരക്ഷാമിത്രം. വീട്ടിലും പൊതുസമൂഹങ്ങളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് സുരക്ഷാമിത്രം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആദ്യത്തെ ലോക തടാക ദിനം എന്നാണ്? ഓഗസ്റ്റ് 27, 2025 നടന്നത്. അപ്പോൾ ഓഗസ്റ്റ് 27, നോട്ട് ചെയ്തോണേ. ഓഗസ്റ്റ് 27 ഇനി മുതൽ എങ്ങനെ അറിയപ്പെടും? ലോക തടാക ദിനമായിട്ട് അറിയപ്പെടും. അപ്പോൾ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആദ്യത്തെ ലോക തടാക ദിനം എന്നാണ്? ഓഗസ്റ്റ് 27, 2025. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചരക്ക് സേവന നികുതി, അതായത് GST, ചരക്ക് സേവന നികുതിയുടെ പുതിയ സ്ലാബുകൾ ഏതൊക്കെയാണ്? 5%, 18%. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ ചരക്ക് സേവന നികുതിയുടെ പുതിയ സ്ലാബുകൾ എത്രയൊക്കെയാണ്? 5%, 18%. അടുത്ത ചോദ്യം, ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. അപ്പം അടുത്തിടെയാണ് ക്യാൻസർ രോഗത്തിനെതിരെ ഒരു വാക്സിൻ ഇന്നേവരെ ലോകത്ത് വന്നിട്ടില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് റഷ്യയാണ്. അപ്പോൾ എന്താണ്? ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. റഷ്യ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന ക്യാമ്പയിൻ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ, അതായത് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പെട്രോൾ ഇല്ല, അത്ര തന്നെ. അപ്പോൾ അത് തന്നെ പഠിച്ചു വെച്ചോണം. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന ക്യാമ്പയിൻ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ശുഭാംശു ശുക്ലയുടെ പേരിൽ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ശുഭാംശു ശുക്ലയുടെ പേരിൽ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്.
2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ആര്യാന സബലാങ്കയാണ്. ബെലാറസുകാരിയായ ആര്യാന സബലാങ്കയാണ് 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. അപ്പോൾ വനിതാ സിംഗിൾസ് കിരീടമാണ്. അപ്പോൾ പുരുഷ സിംഗിൾസ് കിരീടം ആരാണ് നേടിയെന്ന് നോക്കാം. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരിസ് ആണ്. സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരിസ് ആണ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ഒന്നുകൂടെ പറയാം, 2025 US വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലാങ്ക, ബെലാറസുകാരിയാണ്. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരിസ് ആണ്. സ്പെയിനാണ് രാജ്യം. അടുത്ത ചോദ്യം, നിലവിലെ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയാണ് വഹിച്ചിരുന്നത്? മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, പഠിച്ചു വെച്ചോണേ. നിലവിലെ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയാണ് വഹിച്ചിരുന്നത്? മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ടായിരുന്നു പദവി വഹിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഉപരാഷ്ട്രപതിയാവുന്ന മൂന്നാമത്തെ തമിഴ്നാട് സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ 15ാമത് ഉപരാഷ്ട്രപതി കൂടിയാണ് CP രാധാകൃഷ്ണൻ. അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, മഹിളാ റോസ്ഗാർ യോജന എന്ന പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ് കേട്ടോ. അപ്പോൾ മഹിളാ റോസ്ഗാർ യോജന എന്ന പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായ സായി രംഗ് റെയിൽവേ ക്രഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായ സായി രംഗ് റെയിൽവേ ക്രഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. 2025 യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താത്കാലിക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? വർക്കല ക്ലിഫ്. അപ്പം ഒന്നുകൂടെ പറയാം, 2025 യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? വർക്കല ക്ലിഫ്. അടുത്ത ചോദ്യം, നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 19ാം സ്ഥാനമാണ്. ആദ്യം വന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ആദ്യ സ്ഥാനത്തുള്ളത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 19ാം സ്ഥാനമാണ്. ആദ്യ സ്ഥാനത്ത് വന്ന സംസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. ക്ലിയർ ആണ്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം. സാഗരം എന്ന് പറയുമ്പോൾ കടലല്ലേ, അപ്പൊ കണക്ട് ചെയ്യാലോ. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാണ്ട്ല തുറമുഖമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ കേട്ടോ, പഠിച്ചു വെച്ചോണം. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം അഥവാ ദീൻ ദയാൽ തുറമുഖം. പുതിയ പേരാണ് ദീൻ ദയാൽ തുറമുഖം. അടുത്ത ചോദ്യം, മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസഡറായി നിയമിതയായത് ആരാണ്? കത്രീന കൈഫാണ്. ബോളിവുഡ് നടിയായ കത്രീന കൈഫാണ് മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസഡറായി നിയമിതയായത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത ഏതാണ്? എറണാകുളം സൗത്ത് മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതയ്ക്കാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത ഏതാണ്? എറണാകുളം സൗത്ത് മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതയ്ക്കാണ് കവച് സുരക്ഷാ സംവിധാനം വരുന്ന കേരളത്തിലെ റെയിൽപാത. ക്ലിയർ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുവേ. അടുത്ത ചോദ്യം, ട്രൈബൽ ജിനോം സ്ക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ ട്രൈബൽ ജിനോം സ്ക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഈ ട്രൈബൽ ജിനോം പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ ട്രൈബൽസിന് ആരോഗ്യക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് ട്രൈബൽ ജിനോം പദ്ധതി. ആ പദ്ധതി നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, അടുത്തിടെ കൃത്രിമ മനുഷ്യ ചർമ്മം നിർമ്മിച്ച രാജ്യം ഏതാണ്? ആസ്ട്രേലിയയാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയാണ്. അപ്പോൾ അടുത്തിടെ കൃത്രിമ മനുഷ്യ ചർമ്മം നിർമ്മിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അതായത് സ്കിന്നാണ്, മനുഷ്യ സ്കിന്ന് നിർമ്മിച്ച ആദ്യ രാജ്യം ആസ്ട്രേലിയയാണ്. ക്ലിയർ ആണ്. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടനാണ്. അപ്പോൾ 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടനാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായിട്ട് വന്നത്. രണ്ടാം സ്ഥാനം വന്നത് ഏത് ചുണ്ടനാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാം സ്ഥാനം വന്ന ഏത് ചുണ്ടനാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നുകൂടെ പറയാം, 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടനാണ്. രണ്ടാം സ്ഥാനം ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ
നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് തന്നെ ചെയ്യണം. വീഡിയോ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് എത്താൻ സഹായിക്കുന്നതാണ്. കാരണം നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെയാണ് ക്ലാസ്സസ് ഓരോന്നും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ഇത് ചെയ്തു തരണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോട് മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹൈപ്പ് ചെയ്താൽ മതി. ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളിവിടെ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൊരു ഊർജ്ജവും കിട്ടുന്നതാണ്. അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.